എന്താ ടേസ്റ്റ് ദൈവമേ, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ കഴിക്കാൻ ആർക്കാ ഭാഗ്യമുള്ളത്? ഹായ് ഫ്രണ്ട്സ്, പ്രസന്ന കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടൽമാല, ഇന്ന് നമ്മൾ കുടൽ വെച്ചിട്ട്, ആടിന്റെ കുടലാണ് കേട്ടോ, ഇത് വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു ഫ്രൈ ആക്കാൻ പോവുകയാണ്. അപ്പം ഞാനിത് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് കുറേ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി ഇത് കട്ട് ചെയ്യണം, ബാക്കിയൂടെ ഒന്നുകൂടെ കഴുകി നല്ല നീറ്റാക്കി എടുക്കണം. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഫ്രൈ ആക്കാം. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ അകത്ത് വല്ലതൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകും. ഈർക്കിലിട്ട് തിരിച്ചെടുക്കണം, അതെനിക്കറിയാം. പക്ഷേ അതിനെക്കാട്ടി നല്ല ഇങ്ങനെ കട്ട് ചെയ്ത് എനിക്ക് കുറച്ച് മനസ്സിന് കുറച്ച് സമാധാനം വരുമല്ലോ എന്ന് ഓർത്തിട്ട്. അതാ ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ, ഒരഴുക്കുമില്ലതേ, കണ്ടോ? ഞാൻ നല്ല വൃത്തിയാക്കി എടുത്താണതേ, കണ്ടല്ലോ. അങ്ങനെ നമ്മുടെ മട്ടൻ പോട്ട് ഇതാ കഴുകിയെല്ലാം റെഡിയാക്കി എടുത്തു. അതിലേക്ക് ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എപ്പോൾ തൊട്ട് തുടങ്ങിയ കഴുകാന്നറിയാമോ ഇത്? കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടേ നമുക്കിതെല്ലാം കൂടി തിരുമ്മിയിട്ട് കുക്കറിലൊന്ന് വേകാനായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ പോട്ട് ഇതാ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കരിവേപ്പിലയും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ആക്കണ്ടേ? നമുക്ക് ഫ്രൈ ആക്കാനായിട്ട് ഇതാ ഗ്യാസ് കത്തിച്ച് കൊടുത്തു, നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ തൽക്കാലം കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. മട്ടൻ്റെ പോട്ടിയിൽ എത്ര നെയ്യുണ്ടെന്ന് അറിയത്തില്ല നമുക്ക്. കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം, കുരുമുളക്, പട്ട എല്ലാം കൂടി ഇതാ. എന്നിട്ട് പച്ചമുളക്, ഇഞ്ചി ഇടിച്ചത്, വെളുത്തുള്ളി ഇടിച്ചത്, കരിവേപ്പില, മല്ലിപ്പൊടി, ചെറിയ സ്പൂണിനാണ് ഞാൻ ഈ ഇടുന്നത്. നിങ്ങൾ കണ്ടോണ്ടതാ കുഞ്ഞ് സ്പൂണാണ്, അതുകൊണ്ടാണ് അത്രയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട്. ഇതാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ദേ 2 സ്പൂണ്. പിന്നെ നമ്മുടെ കാശ്മീരി പൊടി 1 സ്പൂണ്. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് വഴറ്റിയിട്ടല്ല ഇത് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ സവാള ഒത്തിരി വഴണ്ട് പോകാൻ പാടില്ല. പോട്ടിയുടെ കൂടെ ഇങ്ങനെ വാടി 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 കിടക്കണം. എന്നിട്ട് ഇടയ്ക്ക് കരികിര കടിക്കുന്നതൊക്കെ നല്ലതാണ് പോട്ടിക്കകത്ത്. അതുകൊണ്ടാണ് ഞാൻ പൊടി മൂപ്പിച്ചിട്ട് സവാള ഇട്ടത് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മുടെ പോട്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി അതിനകത്ത് കിടന്നങ്ങ് റെഡിയായി വരട്ടെ. ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നില്ല എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ എല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ടല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഹോട്ടലിലെയും തട്ടുകടയിലെയും ഒക്കെ പോട്ടി പോലെയല്ല, ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിന്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് കുറേ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാനായിട്ട്. ഒന്ന് റെഡിയായി ഒന്ന് വരട്ടെ, ഒന്ന് വഴണ്ട് റെഡിയായി വരട്ടെ. നമുക്കിതിന് പേര് മാറ്റേണ്ടി വരും കേട്ടോ. പോട്ടി ഫ്രൈ അല്ല, പൊട്ടിത്തെറിച്ചതെന്നാക്കേണ്ടി വരും. അത്രയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ എന്താ ടേസ്റ്റ്! ഇതേ ഞാൻ ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകും അടുത്ത് നോക്കാം കേട്ടോ. അതാ ഗരം മസാലപ്പൊടി, എന്തോ ഒരു ടേസ്റ്റ്. ഞാൻ വെറുതെ ഒന്ന് ഉപ്പ് നോക്കിയതാണ്. പിന്നെ നമ്മുടെ പ്രധാനമായിട്ടുള്ള കുരുമുളക് പൊടി പോട്ടിക്കിട്ടില്ലേ പിന്നെ എന്താ. ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ, ഞാൻ നോക്കിയിട്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ചത് ഇതാ റെഡി ആയിരിക്കുന്ന കാര്യം. എന്താ ടേസ്റ്റ് ദൈവമേ, ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ കഴിക്കാൻ ആർക്കാ ഭാഗ്യമുള്ളത്? എന്താ ടേസ്റ്റ്! ഇതൊക്കെ ഞാൻ
എൻ്റെ കുട്ടികൾക്ക് നല്ല കുശാലാണെന്ന് കേട്ടോ. എൻ്റെ ഹോസ്റ്റൽ കുട്ടികൾക്ക് അവർക്കായത്. ഇന്ന് കുറച്ച് പേരേ ഉള്ളതുകൊണ്ട് അവർക്ക് കുശാലായിട്ട് കഴിക്കാം. ഇതാ കുറച്ചുകൂടി ഫ്രൈ ആകാനുണ്ട്. എന്നാലും നോക്കിക്കേ, എന്താ ടേസ്റ്റുള്ള ഒരു സംഭവം. ഇത്ര ടേസ്റ്റോ ഇത്. അങ്ങനെ നമ്മുടെ പോട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ മട്ടൻ പോട്ടി, നല്ല സൂപ്പർ ടേസ്റ്റ്. ഇതാ നോക്കിയേ, കണ്ടോ ആ ഉള്ളിയൊക്കെ എങ്ങനെ ഇട്ടേന്ന് മനസ്സിലായല്ലോ. അന്നേരം കണ്ടോ എല്ലാം ഒരേ ലെവലിൽ നല്ല റെഡിയായി കിട്ടി. ഉള്ളിയൊന്നും കരിഞ്ഞിട്ടില്ല. ഇതാ കണ്ടോ എന്താ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ പോട്ടി പൊട്ടിത്തെറിച്ചത് റെഡിയായി. ഇത്രയും കൊണ്ടുവന്ന് അങ്ങോട്ട് നമ്മുടെ മുമ്പിലോട്ട് ഹോട്ടലിൽ നിന്ന് വരുന്നതിനാണ് ഈ ലോകത്തില്ലാത്ത വില മേടിക്കുന്നത്. ഇത് പോട്ട് തിന്നാനായിട്ട് ഇതൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ? എന്തിനാ ഈ ഹോട്ടലുകളിൽ പോയി തിന്നുന്നത്? അവരെന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം? ഇത് നല്ല സൂപ്പർ നിസ്സാരപ്പാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ പോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.